ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവും അതുപോലെ തന്നെ ശാരിയും കൂടിയിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്ത് സരയു പറയുന്നുണ്ട്, ഫുട്പാത്തിൽ പല അമ്മമാരും ഇങ്ങനെ വില പേശുന്നതും അതുപോലെ തന്നെ ഫുട്പാത്തിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ കല്യാണിയും കിരണിന്റെയും കാരുണ്യം എനിക്കില്ലാതിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയേനെ അല്ലേ അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്. പക്ഷേ പലപ്പോഴായിട്ട് ആ യാമിനി എന്നെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കാൻ അർഹ തന്നെയാണ്. കാരണം വെച്ചാൽ ആൻറ്റിക്കും അതുപോലെ അങ്കിളിനും അറിയാം യാമിനിയേക്കാളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് നമ്മളിന്ന്. അത് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മൾക്കത് കേൾക്കേണ്ടത് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തണം, ആ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ആ മനോഹർ എന്ന് പറയുന്നവൻ, ജയിലിൽ കിടക്കുന്നവൻ, അവനെ ഒരിക്കലും എൻ്റെ കുഞ്ഞ് കാണാൻ പാടില്ല, അവൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കാണാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ താഴോട്ട് വരികയാണ്. അപ്പോഴാണ് മനോഹർ കുഞ്ഞിനെ പിടിച്ചിട്ട് കുഞ്ഞിനെ വീണ്ടും വീണ്ടും മുത്തം കൊടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സരയും ശാരിയും കൂടി വരുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയ്യോ ഇവർ ഇത്ര വേഗം വന്നു, വാവേ ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് അവൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടിയിട്ട് വേറൊരു ഭാഗത്താണ് അവൻ കുഞ്ഞിനെ ഇരുത്തുന്നത്. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. വീണ്ടും മുത്തൊക്കെ കൊടുത്ത് അവനെ അവിടെ നിന്ന് ഓടി പോവുകയാണ്. വേഗം തന്നെ ശാരി കുഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ അവിടെ കാണാനില്ല. അയ്യോ മോളെ കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ വേഗം സരി അവിടേക്ക് എത്തുകയാണ്. എന്താ അപ്പോൾ കുഞ്ഞിനെ കാണാനില്ല മോളെ, ഇവിടെ ഇരുന്നിരുന്നത്, ആ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. കുഞ്ഞിനെ കാണാനില്ലയോ, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് സരയു ശാരിയോട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കുഞ്ഞിനെ ഇവിടെ നിങ്ങൾക്ക് ഇരുത്തേണ്ട ആവശ്യം എന്തായിരുന്നു, നിങ്ങൾക്ക് കുഞ്ഞിനെ കയ്യിലെടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മോളോട് ചോദിച്ചിട്ടില്ല ഞാൻ കുഞ്ഞിനെ ഇവിടെ ഇരുത്തിയത് എന്ന് പറയുമ്പോഴും നിങ്ങൾക്കല്ലെങ്കിൽ ഇത്തിരി മടി കൂടുതലാണ്, നിങ്ങൾക്ക് ഇത്തിരി നേരം കുഞ്ഞിനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും കൈ കഴിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് സമ്മതിച്ചത്. ഇപ്പം എന്താ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ വീണ്ടും വീണ്ടും ഓടി നടന്ന് എല്ലായിടത്തും രണ്ടുപേരും എല്ലായിടത്തും ഓടി നടന്ന് നോക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ ഇരുന്ന ആള്, അതായത് ക്യാഷിൽ ഇരുന്ന ആളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കാണാനില്ല. അപ്പം എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. മേഡത്തിൻ്റെ കുഞ്ഞിനെ ഒരു സാറ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏത് സാറ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മേഡത്തിൻ്റെ കൂടെ വന്നതായിരിക്കുമെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സരയു ശാരിയോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോയി ഇവരാരോ എടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയോ ഈ ഷോപ്പിൽ നിന്നും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കൊണ്ടുപോയിട്ടില്ല, പക്ഷെ ഇവിടെ എടുത്തിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആരാണ് ആ കുഞ്ഞിനെ എടുത്തതായിരിക്കും, അത് ഇനിയിപ്പോൾ വല്ല കുട്ടികളെപ്പിടുത്തക്കാരായിരിക്കും ഈശ്വര. അപ്പോൾ ആള് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല, ആ മാതിരി വേഷത്തിലേക്കാണ് അവർ കുട്ടികളെ പിടിക്കാൻ വരുന്നത്, എൻ്റെ മോളെന്ത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് മേഡത്തിൻ്റെ കുഞ്ഞ് ഇവിടെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഓടി ചെല്ലുകയാണ് ആ സ്റ്റാഫിൻ്റെ പുറകെ ആയിട്ട്. അപ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കണ്ടിട്ട് സരി ഓടി ചെന്ന് കുഞ്ഞിനെ എടുക്കുകയും മാറി മാറി കവിളിൽ മുത്തം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വാവേ ഇത്തിരി നേരം കൊണ്ട് അമ്മ വിഷമിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ മേഡം ആ ലേഡി പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഒരു സാറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ആ സാറ് എന്ത് ചെയ്യുമെന്ന് ശാരി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിന്നെ ഇവിടെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ ശാരി. അങ്ങനെ അതിനുശേഷം ഞാൻ എന്തായാലും ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞിട്ട് അവർ നേരെ ബില്ല് പേ ചെയ്യാൻ അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ പുറത്തു കടന്നിട്ട് വേഗം തൻ്റെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് റോഡ് സൈഡിലൊരു ഭാഗത്ത് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് തൻ്റെ കുഞ്ഞിനെ എടുത്തതും തൻ്റെ കുഞ്ഞിനെ ഓമനിച്ചതും ഉമ്മം വെച്ചതുമായിട്ടുള്ള ആ സുന്ദര നിമിഷം അവനിങ്ങനെ ഓർക്കുകയാണ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. അവനത് കണ്ണ് തുടച്ചങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശാരിയും സരയും കൂടി പുറത്തേക്ക് വരികയാണ് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം. അങ്ങനെ വീണ്ടും നമ്മുടെ സരയും ശാരിയെ കുറ്റപ്പെടുത്തുകയാണ്. അതെ ഈ എൻ്റെ അമ്മയാണെങ്കിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ഭാഗത്ത് വെക്കില്ലായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഏതു നേരവും നടക്കും, അതുപോലെ തന്നെ ആൻറ്റി ആയാലും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. മോളെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, മോളോട് ചോദിച്ചിട്ടില്ലേ ഞാൻ അവിടെ വെച്ചത്, അപ്പം മോള് ആ സമയത്തൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ കുറ്റപ്പെടുത്തല്ലേ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി എന്തായാലും അമ്മയും കുഞ്ഞും കൂടിയിട്ട് ചെല്ലി വീട്ടിൽ
വീട്ടിലോട്ട് എനിക്ക് ഒരിടം വരെയും പോകാനുണ്ട് എന്ന് പറയാണ്. എവിടേക്കാ മോളെ എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ നിങ്ങളോട് പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് സരയു. അപ്പോൾ എല്ലാ മോളെ ആശുപത്രിയിലോട്ടാണോ ചന്ദ്രേട്ടനെ കാണാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അങ്കിളിനെ ഞാൻ കണ്ടതാണ്, പക്ഷെ എനിക്ക് വേറൊരിടത്താണ് പോകാനുള്ളത്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്. വേഗം വരില്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വരാം. എന്തായാലും തൻ്റെ കുഞ്ഞിനെ ആ മനോഹർ അവൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കാണാൻ പാടില്ല. അവനെ എന്തായാലും അച്ഛൻ അതിൻ്റെ ഉള്ളിലിട്ട് അവനെ കൊല്ലുകയാണെങ്കിൽ അങ്ങനെ കൊല്ലട്ടെ. അപ്പം നിൻ്റെ അച്ഛൻ കൊന്നാൽ മതിയായിരുന്നു അതിൻ്റെ ഉള്ളിലിട്ടിട്ട്. പിന്നെ എൻ്റെ മോള് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോള് പിന്നെ ജയിലിലോട്ട് പോകില്ലേ, ആ ജയിലിലോട്ട് പിന്നെ ഞാൻ എൻ്റെ മോളെ കാണാൻ വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനെന്താ, എനിക്ക് മനോഹറിനെ കൊല്ലാൻ യാതൊരു തര പേടിയുമില്ല, ഞാൻ ജയിലിൽ കിടക്കാൻ എനിക്ക് നല്ല സന്തോഷമുള്ളൂ, അങ്ങനെയുള്ള എന്നെ നിങ്ങൾ കാണാൻ വന്നാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ചാരി അങ്ങനെ കാറിൽ കയറിയിരിക്കുകയും കുഞ്ഞിനെ ചാരിയുടെ മടിയിൽ ഇരുത്തി കൊടുക്കുകയും സരയും അവർ കാറിൽ നിന്ന് പോവുകയും ചെയ്യണം. അങ്ങനെ സര അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിരണും അതുപോലെ ബൈജുവും കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബൈജു മനോഹറിനെ കാണുന്നുണ്ട്. അപ്പോൾ ബൈജു പറയാണ്, ഇത് അളിയാ മനോഹരല്ലേ അത് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് അതേടാ മനോഹർ തന്നെയാണെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ മനോഹറിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എടാ നീ പരോളിൽ ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ അതേ സാറേ ഞാൻ ഇറങ്ങി, ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലാകെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന്. അങ്ങനെ ഈ വണ്ടിയും എടുത്ത് നേരെ സാറിൻ്റെ വീട്ടിലോട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട്. കുഞ്ഞിനെ കാണാൻ വേണ്ടി. അപ്പോൾ ബൈജു ചോദിക്കുകയാണ്, എന്നിട്ട് എന്തായി തല്ല് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. തല്ലൊന്നും കിട്ടിയില്ല, പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ സരയുടെ അമ്മയും കുഞ്ഞും കൂടിയിട്ട് അവർ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ അവരെ പുറകെ തന്നെ കൂടിയായിരുന്നു. ഒരു ചെറിയൊരു നിമിഷത്തിൽ അവർ കുഞ്ഞിനെ അവിടെ മാറ്റിയിരുത്തിയിട്ട് അവർ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കുകയും ഒരു മുത്തം കൊടുക്കുകയൊക്കെ ചെയ്തു സാറേ. എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ, എന്നിട്ട് നിന്നെ സരയും അവർ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എടാ ഇതൊക്കെ ചെയ്യുന്നത് അപകടമാണ്, ഇനി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നീ കുഞ്ഞിനെ കാണാനൊന്നും നിൽക്കണ്ട എന്ന് നമ്മുടെ കിരൺ പറയുമ്പോൾ സാറേ എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിൽ എനിക്കൊരു എൻ്റെ കുഞ്ഞിനെ ഒന്നും കൂടി കാണണം സാർ, അത് സാധിച്ചു തരണമെന്ന് പറയപ്പെടാ. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്, നീ ആവശ്യമില്ലാത്തതിന് നിൽക്കുന്നത്, നിനക്കറിയാലോ സാറേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയും, അവൾ അതിന് വേണ്ടി നടക്കുന്നതാണ്, അത് സാരില്ല, എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ സാറേ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവളുടെ അച്ഛൻ ജയിലിൽ വെച്ച് എന്നെ പലവട്ടം തല്ലാനൊക്കെ നിന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അയക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സരയു കൊല്ലുകയാണെങ്കിൽ ഞാൻ നിന്ന് കൊടുക്കും, ഞാൻ അവളെ തിരിച്ചൊന്ന് തല്ലുക പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, എന്നോട് മാത്രമല്ല സൂക്ഷിക്കാൻ പറയേണ്ടത്, നിങ്ങളും സൂക്ഷിക്കണം. എന്തായാലും കാർത്തികയുടെ വിവാഹമല്ലേ, അപ്പോൾ അതിനു വേണ്ടി ആ ഗംഗപ്രസാദ് പുറത്തുള്ള കാര്യം മറക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. പിന്നെ കാർത്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ചെറുക്കനോടും പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ശരി സാറേ എന്നും പറഞ്ഞ് നമ്മുടെ മനോഹർ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്, ഒരു അവസരം എനിക്ക് അവനെ കിട്ടിയതാണ് കൊല്ലാൻ വേണ്ടിയിട്ട്, എന്നിട്ടും ഞാൻ അവനെ കൊന്നില്ല. ഇതിപ്പോൾ ആ സമയത്ത് അവനെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആർക്കും ഒരു പേടിയില്ലാതെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബൈജുവും കിരണും കൂടി കാറിൽ കയറി അങ്ങനെ പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു ജയിലിലോട്ട് വന്നിരിക്കുകയാണ് ഇവനെ കാണാൻ വേണ്ടി, രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാഹുൽ പറയുന്നുണ്ട്, മോള് വന്നായിരുന്നു, ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു, മോളെ അവൻ ഇവിടെ നിന്നും പുറത്തിറങ്ങി എന്ന് പറയുന്നുണ്ട്. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ മോളെ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിൽ പോയപ്പോൾ എൻ്റെ കുഞ്ഞിനെ കുറച്ച് നേരത്തിന് കാണാതായി, അത് ആരും എടുത്തെന്നാണ് പറഞ്ഞത്, അവൻ തന്നെ ആയിരിക്കും, അത് മോളെ അവൻ തന്നെ ആയിരിക്കും, അവൻ ഇവിടുന്ന് എന്നോട് ശപഥം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, നിൻ്റെ പേരക്കുട്ടി എൻ്റെ മകളാണെങ്കിൽ ഞാൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇതൊക്കെ വെച്ചിട്ടാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും അത് അവൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം, അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിസ്സാരമല്ലേ എന്ന് പറയാണ്. എന്തായാലും ഞാൻ പുറത്തിറങ്ങി അവനെ ഞാൻ എന്തായാലും കൊല്ലാൻ ഞാൻ നോക്കും പരമാവധി, പക്ഷേ എങ്ങാനും രക്ഷപ്പെട്ട് അവൻ തിരികെ ഈ ജയിലിലോട്ട് വരികയാണെങ്കിലും ബാക്കി അച്ഛൻ ചെയ്തോളാം, അവന് ഈ ജയിലിൽ തീർത്തു എന്നാണ് എനിക്ക് കിട്ടേണ്ട അടുത്ത വാർത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയും അവിടെ നിന്നും പോവുകയാണ്. ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.